ഹലോ, നമ്മൾ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോവാണ്. അപ്പോൾ എന്താ കാര്യം, ഡോക്ടർ എക്സ്പെർട്ട് എഡ്യൂലിങ്സ് ത്രൂ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് മെഡിക്കൽ അക്കാദമിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഉണ്ട്. അവരെയും കൊണ്ട് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഡോക്ടർ എക്സ്പെർട്ട് എഡ്യൂലിങ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്ടർമാരിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ സ്റ്റുഡൻസിനെയും കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് ഞാനാണ് ഇവരെ കൂടെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ വരെയുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് ഇതിൽ കാണാം. അതുപോലെ തന്നെ ഇവരെ പാരൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാം ഇതുവരെയുള്ള ഡോക്ടർ എക്സ്പെർട്ട് എഡ്യൂലിങ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അഡ്മിഷൻ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽ ഇന്ന് ഉക്രൈനിൽ യുദ്ധം കാരണം പഠനം നിർത്തിയൊരു കുട്ടിയുടെ നമ്മളെ കൂടെ പോരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, അവിടെ നിന്ന് പഠനം നിർത്തിയ കുട്ടികൾക്ക് ഓൾറെഡി നമ്മളെ ഗവൺമെൻറ് അലോ ചെയ്താണ് അവരുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് എവിടെയാണോ നിർത്തിയത് അത് മുതൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി കൂടി നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്തത്, അതിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ. അധിക യാത്രകളും രാത്രി ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫൊന്നും അധികം ഓഫീസിൽ ഉണ്ടാവാറില്ല, മെയിൽ സ്റ്റാഫ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് രാവിലെ ആയതുകൊണ്ട് എല്ലാവരും അവൈലബിൾ ആണ് ഓഫീസിൽ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മളെ പാരൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് പാരൻസിൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട്, കോളേജിനെ പറ്റി എങ്ങനെ അറിഞ്ഞു, നമ്മൾ ത്രൂ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. മാനസിൻ്റെ അമ്മയാണ്, നമ്മളായിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്യണതാണ്, കൊല്ലത്തു നിന്നാണ്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ഫസ്റ്റ് മുതലേ ഞാൻ എല്ലാം ചോദിച്ചറിയാനും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള എല്ലാ റിപ്ലൈയും തരുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. പിന്നെ ഫീസ് സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും എനിക്ക് ആപ്റ്റായിട്ട് തോന്നി. പിന്നെ എന്താണ് റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൗൺസിലേഴ്സിന്റെ അടുത്ത്. അത്യാവശ്യം നമ്മൾ വിളിച്ചിട്ട് അപ്പോഴേ എടുത്തില്ലെങ്കിൽ പോലും തിരിച്ച് വിളിക്കാനുള്ള മനസ്സ് കാണിക്കാറുണ്ട്. എന്ത് ചോദിച്ചാലും ഹുസൈർ സാറായിരുന്നാലും ഏത് പാതിരാത്രിയായിരുന്നാലും ഉടനെ മെസ്സേജ് ഇട്ടോണ്ട് റിപ്ലൈ തരും. അതിനൊരു മാറ്റവും ഇല്ല. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എടുത്ത് കഴിയുമ്പോൾ റിപ്ലൈ ഉണ്ടായിരിക്കും. അങ്ങനെ കറക്റ്റ് ഈജിപ്തിലായിരുന്നപ്പോഴും എന്ത് ചോദിച്ചാലും കറക്റ്റ് മറുപടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, കുറേ സ്ട്രഗിൾ ചെയ്താലും ഇത് പഠിക്കണമെന്ന് അവൾ ആഗ്രഹം പറഞ്ഞപ്പോൾ സാധിക്കണമെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഡോക്ടർ എക്സ്പെർട്ട് തന്നെ മതി എന്ന് അങ്ങ് തീരുമാനിച്ചു. ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് അല്ലേ? നന്നായിട്ടുണ്ട്. ഇത് ഷിഫാനിന്റെ ഫാദറാണ്, നമ്മൾ ഒരു സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഹനാന എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ബ്രദറാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മളായിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നല്ല ഇൻട്രാക്റ്റാണ്, കുഴപ്പമില്ല, നല്ല സന്തോഷം. ഒരു ഫാമിലി മെമ്പറെ പോലെ നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കണ്ടില്ല. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. നിങ്ങളെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കാണ്, ബാക്കിയല്ല. ഇൻഷാ അല്ലാ റെഡിയാവും. ഓക്കെ, പ്രതീക്ഷ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഇതുവരെയുള്ള ഉഷാറായിരുന്നു. ഇനിയുള്ള ഉഷാറാവണം എന്നാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. മെഡിക്കൽ അക്കാദമിനെ പറ്റി എങ്ങനെ അറിഞ്ഞത്? കോളേജിലേക്ക് ഇൻട്രസ്റ്റ് വരാനുള്ള ഒരു കാരണം ഉണ്ടാവും. അത് അവള് കുറേ യൂട്യൂബ് വരെ സെർച്ച് ചെയ്തിട്ടും ഓൺലൈനിൽ കുറേ മുന്നേ തന്നെ സെർച്ച് ചെയ്ത് തുടങ്ങിയെന്നേ. അപ്പോൾ ഇങ്ങനെ താഷ്കണ്ട് യൂണിവേഴ്സിറ്റി കുറച്ചും കൂടെ എന്തൊക്കെയോ ബെറ്റർ എന്തൊക്കെയോ അതിലെ ഇൻ്റർനാഷണലി എന്താ ഉണ്ട് പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കുഴപ്പമില്ല. അതാണ്. എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്? യൂണിവേഴ്സിറ്റിയിൽ ക്ലിനിക്കൽ എക്സ്പോഷർ ഫസ്റ്റ് ഇയർ തന്നെ ഉണ്ട്. പിന്നെ നല്ലതായി തോന്നി, സേഫസ്റ്റ് പ്ലേസ് ആയി തോന്നി. ഫ്രണ്ട്സ് ആരില്ല, ഫസ്റ്റ് ടൈമാണ്. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ നമ്മളിവരെ കൂടെ പോകുന്നുണ്ട്. പിന്നെ ഒരു ട്രാൻസ്ഫർ ആയിട്ടൊരു സ്റ്റുഡൻറ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഉക്രൈനിൽ നിന്ന് വന്നിട്ടില്ലേ. അപ്പം നമുക്ക് ആ സ്റ്റുഡൻസിൻ്റെ അടുത്ത് കൂടി എക്സ്പീരിയൻസ് ചോദിക്കാം. പേരെന്താണ്? പൂജ കൃഷ്ണൻ. ഉക്രൈനിൽ നിന്ന് പഠിച്ചാണല്ലേ? ഒരു സംഗതികളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. യുക്രൈനിൽ ഞാൻ 19 ബാച്ചിൽ കയറിയതാണ് 2019. ഞാനിപ്പോൾ 4th ഇയർ കംപ്ലീറ്റ് ചെയ്ത് 5th ഇയറിലേക്കാണ് ഞാൻ ട്രാൻസ്ഫർ എടുക്കുന്നത്. യുക്രൈനിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ക്ലാസ്സൊക്കെ നല്ലപോലെയാണ്, അത് പ്രശ്നമൊന്നും ആയിരുന്നു. ഇപ്പോൾ വാറ് വന്നപ്പോഴാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായത്, നല്ല ബുദ്ധിമുട്ടായത്. ഇപ്പം താഷ്കന്തിലെടുത്തു, നമ്മളായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഡോക്ടർ എക്സ്പെർട്ട് എഡ്യൂലിങ്സ് ആയിട്ട്? ഇവരായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവരെ ആഡ് കണ്ടിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ എന്തായാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തന്നു. അപ്പോൾ നമ്മളെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ അവർ നന്നായിട്ട് തന്നെയാണ് നമ്മളടുത്ത് റിപ്ലൈ തന്നത്. പെട്ടെന്ന് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാറായാലും അവിടുത്തെ സ്റ്റാഫായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി എന്താ പറയുക, അവിടെ പോയിട്ടുള്ള കാര്യങ്ങളാണോ ഉക്രൈനത്തെ പോലെ തന്നെ അടിപൊളിയാണോ എന്നൊക്കെ അറിയണല്ലേ? ഉക്രൈനത്തെ പോലെ അങ്ങനെ വേണ്ട, ഉക്രൈനിലെ പോലെയുള്ള ആ പഠിക്കാനുള്ള സാഹചര്യം അതന്നെ അത് നന്നായിട്ടുണ്ടാവണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ.
യുദ്ധത്തിൻ്റെ പ്രശ്നത്തിലും ഞങ്ങളെല്ലാവരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത സ്ഥിതിയിലായിരുന്നു. മോളെന്താവും എന്താണെന്നുള്ള അറിയില്ലായിരുന്നു. ആ വിഷമമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞ് മോള് പറഞ്ഞ് വിഷമിക്കുന്ന മണ്ടാച്ച ഞങ്ങൾ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ ഗവൺമെൻറ് കൊണ്ട് എത്തിച്ച് ഇവിടെ KSRTC ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ നിന്ന് KSRTCയിലായപ്പോൾ മോളെ കണ്ടോട് കൂടിയിട്ടാണ് ഒരു സമാധാനമായത്. പിന്നെ അത് ഭക്ഷണം കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ ഞങ്ങളറിഞ്ഞ് മോളെ നല്ലൊരു ഏജൻറ്റിൻ്റെ കൂടെ നോക്കണം. അപ്പോൾ അങ്ങനെ മോള് പറഞ്ഞത് അങ്ങനെ ഒന്നുണ്ട്. എനിക്കും ഇവിടെ പരിചയം, നേരത്തെ പരിചയം, സാറിൻ്റെ അറിയിട്ടാണ്. ഞാൻ പോസ്റ്റ് ഓഫീസിലൂടെ കത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ കത്തൊക്കെ ഒന്നിനെ ട്രൈസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും തരക്കേടില്ല മോളെ, അവരെ കണ്ടിട്ടൊരു നമുക്കറിയില്ല, ആളുകളെ കണ്ടാൽ അറിയല്ലേ, അപ്പോൾ നല്ല ആളുകളാണ് തോന്നുന്നു. മോള് പോയിട്ട് ഒന്ന് പരിചയപ്പെട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള? അത് നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല കാര്യങ്ങളൊക്കെ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടി. ഞാനും മോളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാനും മോള് വന്നിട്ട് പിന്നെ സാറാണ് എൻ്റെ വലിയ ആളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായി. മനസ്സിൻ്റെ വീട് അവിടെ കൊല്ലം. എങ്ങനെയാണ് താഷ്കന്ത് മെഡിക്കൽ അക്കാദമിനെ പറ്റി അറിഞ്ഞത്? ഞാൻ സാറിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയെ പറ്റി അറിയുന്നത്. അപ്പം അതിലുള്ള എല്ലാ ഫീച്ചേഴ്സ് എല്ലാം നോക്കിയപ്പം എനിക്ക് ആപ്റ്റായിട്ട് തോന്നി. എല്ലാം ഫീസ് സ്ട്രക്ചറും എല്ലാം അങ്ങനെയാണ് ചൂസ് ചെയ്തത്. MBBS പഠിക്കണം എന്നുള്ള ആഗ്രഹം എങ്ങനെ വന്നാണ്? ചൈൽഡ്ഹുഡ് ഡ്രീം ഒന്നുമല്ല. ഞാൻ പാല ബ്രില്യൻറ്റിലാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പം അവിടെ ചേർന്നതിന് ശേഷം ഇങ്ങനൊരു ഡ്രീമിലേക്ക് ഇങ്ങനെ ആവണം എന്നൊരു ആഗ്രഹം വന്നത്. ശരി. നമ്മൾ ഡോക്ടർ എക്സ്പെർട്ട് ജോലിംഗ് സൈറ്റുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാം നമ്മൾ ചോദിക്കുന്നതിനെല്ലാം മറുപടിയൊക്കെ പറയാറുണ്ട്. എല്ലാം നമുക്ക് നല്ല ഹെൽപ്പിംഗ് ആണ്. എല്ലാം നല്ല എക്സൈറ്റഡ് ആണോ പോകാൻ വേണ്ടിയിട്ട്? ആണ്. ഇവരാണ് പില്ലേഴ്സ് ഓഫ് ഡോക്ടർ എക്സ്പെർട്ട് ജോലിംഗ്സ്. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ കറക്റ്റ് റെസ്പോൺസ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളെ എന്താ പറയുക സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്ന ആൾക്കാർ. നിഹാല, അനീഷ, റമീസ ആൻഡ് ഷർഫിയ, അതുൽ, തേജസ് നമ്മളെ മെയിൻ, അനീബ്, ഫാരിസ് നമ്മുടെ ഡയറക്ടർ, ഡോക്ടർ റസീൻ. ഓക്കെ, ഈ കുട്ടികളുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു തുടക്കമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ അവരവരുടെ രക്ഷിതാക്കൾക്ക് മധുരം നൽകിക്കൊണ്ട് അത് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിച്ചു. സാധാരണ പോലെ തന്നെ ഞങ്ങളുടെ കുറച്ച് ഗിഫ്റ്റ് ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തു. അത് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവരൊരിക്കലും മറക്കൂല. കാരണം ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച സെഡ് എൻ്റെ ഡോക്ടർ എക്സ്പെർട്ട് ജോലിംഗ്സിന് തന്നതാണ് എന്ന് ആ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ഗിഫ്റ്റാണ് സാധാരണ എല്ലാവർക്കും കൊടുത്ത പോലെ തന്നെ ഇവർക്കും കൊടുത്തത്. ഓരോ കുട്ടികളെയും വിളിച്ച് ഇൻഡിവിജ്വലായിട്ട് ബ്രീഫ് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ശീലമാണ്. കാരണം അവർക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾക്കൊന്നും കൺഫ്യൂഷൻസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിലെ കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷനും എല്ലാം ഞങ്ങളൊന്ന് അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ബാക്കി എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഇറങ്ങുകയാണ്. കേക്ക് കട്ട് ചെയ്തു, ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇനി നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് എയർപോർട്ട് പോകണം. ഏകദേശം 4 മണി കഴിഞ്ഞു. വൈകുന്നേരം ആയതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് പോകാം. ഇനിയുള്ളത് വലിയ ഒരു കാര്യമാണ്, ഫ്ലാഗ് ഓഫ്. അവരുടെ ജീവിതത്തിലേക്കുള്ളൊരു ഫ്ലാഗ് ഓഫ് കൂടിയാണിത്. ഡോക്ടർ എക്സ്പെർട്ട് ജോലിംഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബം പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് യാത്രയാവുന്ന ഓരോ കുട്ടികളും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗവുമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ യാത്രയാക്കുമ്പോൾ നമ്മുടെ സ്റ്റാഫിനൊക്കെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ കുട്ടികളായിട്ട്. അത് നമ്മൾ സാധാരണ രീതിയിൽ അഡ്മിഷൻ കഴിഞ്ഞാൽ മറ്റു പല കൺസൾട്ടൻസികളും പിന്നെ അവരെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ നമ്മളൊരു പ്രത്യേകം ഗ്രൂപ്പൊക്കെ തയ്യാറാക്കി അതിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
എയർപോർട്ടിൽ ഒരു കുട്ടി കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളും എയർപോർട്ടിൽ വെച്ചിട്ട് കൊടുത്തു. ആക്ച്വലി ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ബാച്ചാണ്. ആദ്യമുള്ള ബാച്ച് ഒരു 15 ദിവസം മുമ്പ് തന്നെ താഷ്കന്തിൽ എത്തിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളാണ് ഇപ്പോൾ ഈ ബാച്ചിൽ പോകുന്നത്. ഇമിഗ്രേഷൻ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് എയർ അറേബ്യ ഫ്ലൈറ്റിലാണ്. എയർ അറേബ്യ ഫ്ലൈറ്റ് അബുദാബി വഴിയാണ് പോകുന്നത്. അബുദാബിയിൽ നിന്ന് താഷ്കന്തിലേക്കാണ് പോകുന്നത്. പൊതുവെ എയർ അറേബ്യ സർവീസ് വളരെ മോശമാണ്. അവരുടെ സ്റ്റാഫൊക്കെ കോഴിക്കോട് ഭയങ്കര റൂഡാണ്. ഈ പ്രാവശ്യം ലഗേജിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ട്. കുട്ടികളുടെ അടുത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് കറക്റ്റ് ലഗേജ് കൊണ്ടുവരണമെന്നുള്ളത്. എന്നാലും 1-2 കിലോനൊക്കെ ലഗേജ് അധിക സമയത്തും അധികം ഉണ്ടാവാറുണ്ട്. അതവർ ഒരിക്കലും നമ്മൾ അലോ ചെയ്യില്ല. അത്രയും റൂഡ് സ്റ്റാഫാണ് എയർ അറേബ്യൻ്റെ സ്റ്റാഫ് കോഴിക്കോട്. എയർ അറേബ്യൻ്റെ ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞങ്ങളെ അബുദാബി എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ താഷ്കന്തിൽ എത്തുന്ന കാഴ്ചകൾ, അബുദാബി എയർപോർട്ടിലെ കാഴ്ചകൾ, അവിടുന്ന് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് താഷ്കന്തിൽ ലാൻഡ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളുമാണ് ഇനി വരുന്ന വീഡിയോകളിലൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. സോ നമ്മുടെ ചാനൽ ഇനിയും ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓൾസോ if you want to know about the admission procedures, നിങ്ങൾക്ക് അബ്രോഡ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ MBBS ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൗൺസിലേഴ്സായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ താങ്ക് യു, ബൈ ബൈ.